ചോറ്റാനിക്കര മകം തൊഴിൽ ചടങ്ങിനായി ക്ഷേത്രനട അടച്ചു. 2 മണിയോടെ മകം തൊഴിലിനായി നട തുറക്കും. ചോറ്റാനിക്കര ദേവിയുടെ ദർശനത്തിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് അവിടെ കാത്തു നിൽക്കുന്നത്. രാത്രി 9:30 വരെയാണ് ദർശനമുണ്ടാവുക. ചോറ്റാനിക്കരയിൽ നിന്നും സൂര്യശ്രീ വിവരങ്ങൾ നൽകും. സൂര്യശ്രീ, അല്പസമയത്തിനകം എന്ന് വെച്ചാൽ കഷ്ടിച്ച് അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ നട തുറക്കാൻ 2 മണിക്ക്. അപ്പോൾ വലിയ തിരക്കായിരിക്കുമല്ലോ. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, സർവ്വ ഭക്തി സാന്ദ്രമെന്ന് തന്നെ പറയാം. ചോറ്റാനിക്കര ദേവീക്ഷേത്ര നടയിൽ അല്പസമയത്തിനകം മകം തൊഴിലിനായി ക്ഷേത്രം നട തുറക്കുന്നതാണ്. കൃത്യം 1 മണിയോടുകൂടി പൂജകൾക്കായി ക്ഷേത്രം അടച്ചു. അതിനുശേഷം ആടയാഭരണങ്ങളെല്ലാം അണിയിച്ച് സർവാഭരണ വിഭൂഷിതയായി ദേവിയെ ഇന്ന് ദർശിക്കാനാകുമെന്നാണ് മകം തൊഴിൽ ചടങ്ങിന്റെ ഈ ഒരു ഐതിഹ്യമെന്ന് തന്നെ പറയുന്നത്. വില്യമംഗലം സ്വാമിയാരെ സർവാഭരണ വിഭൂഷിതയായി ദേവി പ്രത്യക്ഷപ്പെട്ട ഈ ഒരു ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലോട് അനുബന്ധിച്ചാണ് ചോറ്റാനിക്കരയിൽ മകം തൊഴിൽ ചടങ്ങ് വർഷാവർഷം നടക്കുന്നത്. ചോറ്റാനിക്കര അമ്മയെ ഇത്തരത്തിൽ വൈഷ്ണവ ചൈതന്യത്തോടുകൂടി ദർശിക്കാനായിട്ട് ലക്ഷക്കണക്കിനധികം ഭക്തരാണ് ഇന്ന് അമ്പലത്തിൽ എത്തിയിരിക്കുന്നത്. രാവിലെ 3 മണി മുതൽ തന്നെ ക്യൂകളിൽ ആളുകൾ ഇടം പിടിച്ചിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളടക്കമുള്ള ആളുകളൊക്കെ തന്നെ നേരത്തെ ക്യൂകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. നിലവിലിപ്പോൾ ഭക്തരെ ക്ഷേത്രത്തിനകത്തെ ക്യൂകളിലേക്ക് കയറ്റി തുടങ്ങി. കൃത്യം 2 മണിയോടുകൂടിയാണ് ദേവിവിളക്കിൽ തിരി തെളിയിച്ച ശേഷം ചോറ്റാനിക്കര മകം തൊഴൽ ചടങ്ങിനായിട്ടുള്ള നട തുറക്കുക. രാത്രി 9:30 വരെയാണ് ഇത്തരത്തിൽ ഈ ഒരു ദർശനമുണ്ടാകുക. സർവാഭരണ വിഭൂഷിതയായി വൈഷ്ണവ ചൈതന്യത്തോടെ ചോറ്റാനിക്കര ദേവിയെ ദർശിക്കാനാകും എന്നതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. സാധാരണ ദിവസങ്ങളിൽ ഇടത് കൈയിലാണ് ദേവി ഈ തങ്കഗോളകൾ ചാർത്തുന്നതെങ്കിൽ ഈ ഒരു ദിവസം, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് വലത് കൈയിൽ ദേവിയെ തങ്കഗോളകൾ അണിയിച്ച് സർവാഭരണ വിഭൂഷിതയോടുകൂടി സർവ്വ ചൈതന്യത്തോടുകൂടി ദേവിയെ ഇന്ന് ദർശിക്കാനാകുമെന്നാണ്. ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സർവ്വവും ദേവിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയായി ശരണമന്ത്രങ്ങളോടുകൂടിയാണ് ഇത്തരത്തിൽ ഭക്തരെല്ലാം തന്നെ ഇവിടെ കാത്തിരിക്കുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ, സാധാരണ സ്ത്രീകളുടെ ഉത്സവം എന്നാണ് മകം തൊഴിൽ അറിയപ്പെടുന്നതെങ്കിലും സ്ത്രീ പുരുഷ ഭേദമന്യേ ഇത്തരത്തിൽ ഈ അമ്പലനടയിലേക്ക് വരുന്നത് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഭക്തർക്കായി കുടിവെള്ളവും ലഘുഭക്ഷണവും ഒക്കെ തന്നെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കടുത്ത ചൂട് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പൊക്കെ ഉണ്ടായെങ്കിലും ഈ ചൂടിനെ എല്ലാം ഭക്തരുടെ അവഗണിച്ച്, അല്ലെങ്കിൽ അതിന് അവരുടെ ഭക്തി ഈ ചൂടിനൊന്നും ഒരു ഭാഗമല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ലക്ഷോപലക്ഷം ആളുകളാണ്, ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് വരുന്നത്. ഈ ഒരു ഐതിഹ്യം വില്യമംഗലം സ്വാമിയാർക്ക് മുന്നിൽ വൈഷ്ണവ ചൈതന്യത്തോടെ സർവ്വസ്വരൂപിണിയായി ചോറ്റാനിക്കര ദേവി പ്രത്യക്ഷപ്പെട്ട ഈ ഒരു ദിവസത്തെ തങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ പ്രാർത്ഥനയോടുകൂടിയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. നമുക്ക് ഭക്തരുടെ അവരുടെ ഭക്തരുടെ ഇതിലേക്ക് കിടക്കാം. ചേച്ചി എവിടെ നിന്ന് എത്തുന്നത്? കൊടുങ്ങല്ലൂർ. എല്ലാ വർഷവും വരാറുണ്ടോ? അമ്മ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോ നല്ലൊരു പുണ്യമാണ് കിട്ടണം. ആഗ്രഹമൊക്കെ ഞങ്ങളെ കുറച്ച് സാധിച്ചിട്ടുണ്ട്. അത് വിജയകുമാർ, ഇത്തരത്തിൽ തന്നെ നിലവിൽ വർഷങ്ങളായുള്ള ആളുകളുടെ ഈ ഒരു ആഗ്രഹ സഫലീകരണം, അഭീഷ്ട കാര്യസിദ്ധിക്കായൊക്കെ തന്നെയാണ് ആളുകൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ഈ ഒരു ആഗ്രഹം നടന്നതിന് ശേഷം അതിന്റെ സന്തോഷം ദേവിയെ അറിയിക്കുന്നതിന് കൂടിയും ഇത്തരത്തിൽ ഭക്തരയ്ക്കും നിലവിലെ ശരണമന്ത്രങ്ങളെല്ലാം തുടങ്ങി അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ മന്ത്രധ്വനികളെല്ലാം ഈ ക്ഷേത്ര പരിസരത്തെ ഭക്തി സാന്ദ്രമാക്കുകയാണ്. നിലവിൽ നമുക്ക് കാണാം, പടിഞ്ഞാറ നടയിൽ നിന്നാണ് സ്ത്രീകളെയൊക്കെ തന്നെ കയറ്റിവിടുന്നതെങ്കിൽ വടക്കേ നടയിൽ നിന്നാണ് പുരുഷന്മാരെയും മറ്റു കുടുംബവുമായി എത്തുന്നവരെയൊക്കെ തന്നെ കടത്തിവിടുന്നത്. സൂര്യശ്രീ, 2 മണിക്കാണ് ക്ഷേത്രനട തുറക്കുന്നത്. അത് കഴിഞ്ഞാൽ രാത്രി 9:30 വരെ തുടർച്ചയായി ചോറ്റാനിക്കരയിൽ ദർശനമുണ്ടാകും. ലക്ഷക്കണക്കിന് ഭക്തരാണ് അവിടെ കാത്തു നിൽക്കുന്നത്. സൂര്യശ്രീയാണ് വിവരങ്ങൾ നൽകിയത് ക്ഷേത്രത്തിൽ.